ഒരു വശത്ത് ഇറാൻ അമേരിക്ക ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ. ഈ ചർച്ചയുടെ അൾട്ടിമേറ്റ് ആൻസർ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒരു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫൈനൽ ആൻസർ കൊടുക്കേണ്ട ഒരാൾ അത് മുസ്തഫ കാംനി തന്നെയാണ്. ഈ മുസ്തഫ കാംനി നമുക്കറിയാം, ഈ ഒരു യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ പുള്ളി എവിടെയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല. ഫസ്റ്റ് ഡേയിൽ അലി ഖാംനിയെ ഇല്ലാണ്ടാക്കി ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം, അതായത് സ്വന്തം അമ്മ, സഹോദരി, മക്കള്, ഭർത്താവ് എല്ലാവരും ആ ഒരു അറ്റാക്കിൽ മരണപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ 168ഓളം പിള്ളേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ മുസ്തഫ കാംനി എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആൾ മരിച്ചു എന്നുള്ള ചില ഇന്റലിജന്റ് റിപ്പോർട്ടുകൾ വന്നു, അതെല്ലാം മരിച്ചിട്ടില്ല, ആൾ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നുണ്ട് എന്ന് അമേരിക്കൻ ഇസ്രായേലും തന്നെ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അന്ന് മുതൽ ആളെ കാണുന്നില്ല. അതല്ലെങ്കിൽ ആളുടെ ചികിത്സ മൊത്തം റഷ്യ എന്നാണ് നടന്നിട്ടുള്ളത്. റഷ്യയുടെ വ്ളാഡിമിർ പുടിന്റെ സഹായത്തോടെ, അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡിയയോട് കൂടിയിട്ടാണ് റഷ്യയിലോട്ട് മാറ്റിയത്. അവിടുത്തെ പ്രസിഡൻഷ്യൽ പാലസിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലായിരുന്നു പുള്ളിയുടെ ശസ്ത്രക്രിയ കാര്യങ്ങൾ എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും ആധികാരികമായിട്ടൊരു തെളിവോ കാര്യങ്ങളോ ഇല്ല. അത് പറയപ്പെടുന്ന ചില ഇന്റലിജൻസ് റിപ്പോർട്ട് മാത്രമാണ്. ഇപ്പം ഒരു വശത്ത് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരു സ്ഥലത്തു നിന്നല്ല, ചർച്ചകൾ പല പല സ്ഥലങ്ങളിൽ മാറി മാറി നടക്കുന്നു. ഒമാനിൽ നടക്കുന്നു, പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ നടക്കുന്നു, ഖത്തറിൽ നടക്കുന്നു, തുർക്കിയുടെ ഭാഗങ്ങളിൽ നടക്കുന്ന, അങ്ങനെ പലരും ഇൻവോൾവ് ആയിട്ട് നടക്കുന്ന ഒരു വലിയ ചർച്ച തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഉള്ളൊരു ഫൈനൽ ആൻസർ കൊടുക്കേണ്ട ആൾ മുസ്തഫ കാംനി. പുള്ളി എവിടെയാണ്, എങ്ങനെയാണ് ഈ പറഞ്ഞ മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇറാന്റെ സൈഡിൽ നിന്ന് ഡിലേ വരുന്നത്? ഇപ്പം അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കുറേ പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ വരുന്ന സമയത്ത് ഇതിന് റിപ്ലൈ കൊടുക്കാൻ ഇറാൻ എന്തുകൊണ്ട് സമയമെടുക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് മുസ്തഫ കാംനിയായിട്ടുള്ള കണക്ഷൻ, കോൺടാക്ട്. ഈ പറഞ്ഞ IRGC നേതാക്കൾക്ക് ആർക്കും ഡയറക്റ്റ് കോൺടാക്ട് ഇപ്പം മുസ്തഫ കാംനിയായിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം അവർ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അത്രയും വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും വശത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള ആളുകൾ വഴിയുള്ള കൊറിയേഴ്സാണ് പാസ് ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ തോന്നി. ആ ഒരു വാർത്ത കണ്ടപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു വാർത്ത. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു വെക്കുന്നത്. ഇപ്പോൾ ഇതിലെ പ്രധാന കണ്ടെത്തലുകൾ പറയുകയാണെങ്കിൽ, രഹസ്യ താവളത്തിൽ ഇരുന്നിട്ടാണ് എല്ലാ ആശയവിനിമയങ്ങളും നടത്തുന്നത്. അതായത് മുസ്തഫ കാംനി പൊതുവേദിയിൽ നിന്നും പൂർണ്ണമായിട്ടും അപ്രത്യക്ഷനായി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. സ്റ്റാർട്ടിങ് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ വീഡിയോകളായിട്ടല്ല, അതായത് വീഡിയോ പോലും അദ്ദേഹം സന്ദേശങ്ങൾ അയക്കുന്നില്ല, മറിച്ച് കൈകൊണ്ട് എഴുതിയ കത്തുകൾ മാത്രമാണ് പുറത്തോട്ട് വരുന്നത്. ഈ കൈകൊണ്ട് എഴുതിയ കത്തുകൾ വരുന്നത് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഫോട്ടോസ് ആയിട്ടോ ഒന്നുമല്ല. ഈ കത്തുകൾ മനുഷ്യർ കയ്യിലെടുത്തിട്ട് ആ സ്ഥലത്ത് നിന്ന് പല ദൂതന്മാർ പാസ് ചെയ്തിട്ടാണ് ഈ കത്തുകൾ പുറത്തോട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ആ കത്തുകൾ പുറത്തോട്ട് വരുന്നത് മാത്രമല്ല, അതിൻ്റെ അല്ലെങ്കിൽ ആ ലാസ്റ്റ് കൊണ്ടുവരുന്ന ദൂതന് ഇത് എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഈ കത്തുകൾ പാസ് ചെയ്തിട്ട് ഇറാന്റെ IRGCയുടെ അല്ലെങ്കിൽ അബ്ബാസ് അറാച്ചി പോലത്തെ മറ്റുള്ള ആളുകളുടെ കയ്യിലോട്ട് എത്തുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ അദ്ദേഹം ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ ഒരു യുദ്ധം നടന്ന് ആദ്യത്തെ ഒരു ഇതിൽ തന്നെ IRGCയുടെ തന്നെ വലിയ നേതാക്കളെ പലരെയും വധിച്ചു. അതിനുശേഷം ഇവർക്ക് ഒരു പേടിയില്ലാണ്ട് ഇവർ റോട്ടിലും നിരത്തിലും അവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളിലും ഇറങ്ങി നടക്കാൻ തുടങ്ങി. അതായത് മരണം വരികയാണെങ്കിൽ വരട്ടെ, ഞങ്ങൾ അതിനുള്ള ബാക്കപ്പ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു IRGCയുടെ എല്ലാ പ്രവർത്തനങ്ങളും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുൻനിര നേതാക്കളിൽ പലരും വ്യോമാക്രമണത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ ഇറാൻ്റെ സൈനിക കമാൻഡിനെ 17 മുതൽ 18 സ്വതന്ത്ര ഭൂഗർഭ കമാൻഡുകളായിട്ടാണ് മാറ്റിയതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, ഇവരുടെ ഒരു കമാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കമാൻഡ് ചെയ്യുന്നതിന് പകരം മൊത്തം നേതാക്കളെ 18ഓളം ഗ്രൂപ്പുകളാക്കിയിട്ടാണ് പല ഭാഗങ്ങൾ ഭൂഗർഭ അറകളിലോട്ട് മാറ്റിയിട്ടാണ് അവിടെ നിന്നാണ് ഈ കമാൻഡുകൾ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഇറാൻ്റെ തുരങ്കങ്ങൾ ഒരുപാടുണ്ട് ഇറാനിൽ. പ്രത്യേകിച്ച് ഇറാൻ്റെ മിസൈലുകൾ ഉണ്ടാക്കുന്നത്, മിസൈൽ ലോഞ്ചറുകൾ, ഇറാൻ്റെ പല ഫൈറ്റർ ജെറ്റുകളും ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല, അങ്ങനെയുള്ള ഇവരുടെ പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഭൂഗർഭ മിസൈൽ സംഭരണ ശാലകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഈ സ്ഥലത്ത് നിന്നിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് നിന്നിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങളും മുസ്തഫ കാംനി കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത് ടെഹ്റാനിൻ്റെ പല ഭാഗത്തും ഇതിൻ്റെ ശൃംഖലകൾ ഇതിനെ കണക്ട് ചെയ്ത് വെച്ചതായിട്ടുള്ള റിസോഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസോഴ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചിട്ടല്ല. ഈ പറഞ്ഞ തുരങ്കങ്ങളിലോട്ടുള്ള കണക്ഷൻസ് പോലും പറയുന്നത് US നൽകുന്ന, അതായത് US ആര് നൽകും, പ്രത്യേകിച്ച് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം US സൈഡിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിരവധി ആളുകളിലൂടെ കടന്ന് ഭൂഗർഭ ബങ്കറിനുള്ളിലെ കമ്പനിയുടെ അടുത്തോട്ട് എത്തുന്നു എന്നാണ് പറയുന്നത്. ഇതിന് ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുടെ റിപ്ലൈ ഇറാൻ കൊടുക്കുന്നത്. അതായത് ഈ കാര്യങ്ങൾ ഉള്ളോട്ടെത്താൻ, കമ്പനിയുടെ കയ്യിലോട്ട് എത്താൻ ദിവസം 2-3 ദിവസം എടുക്കുന്നുണ്ട്. പല ആളുകൾ മാറി പോകുന്നു. അതുകൊണ്ട് തന്നെ അത് എടുക്കുന്നത് കൊണ്ടാണ് അതിന് റിപ്ലൈ വരാൻ സമയം എടുക്കുന്നത്. ഈ കൊറിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ
ഭയങ്കര വലിയൊരു കൊറിയർ നെറ്റ്വർക്ക് തന്നെ അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു രീതിയിലും കാംനിയുടെ അടുത്തോട്ട് സ്പൈനോ അല്ലെങ്കിൽ ചാരന്മാർക്കോ എത്താൻ പാടില്ല, ആളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പാടില്ല. അത്രയും എന്താ കാരണം ഒരുപാട് മൊസാദ് ഏജന്റുമാരും ഒരുപാട് CIA ഏജന്റുമാരും ഓൾറെഡി ഇറാനിൽ വന്നിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ പോലെ അത്രയും സുരക്ഷിതമാക്കി വെച്ചിട്ടൊന്നുമില്ല. അവർ എല്ലാവരും വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അകത്തോട്ട് പല പേരിൽ അവിടെ രാജ്യത്തിന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പേരിൽ ഇത്തരം പിശാചുക്കൾ കയറിയതുകൊണ്ട് തന്നെ അവർ അതിനെ പൂർണ്ണമായിട്ട് ഇനി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചർച്ചകളുടെ മറുപടി കിട്ടാനുള്ള സമയം എന്ന് പറയുന്നത് ഈ ഒരു കൊറിയൻ നെറ്റ്വർക്കിൻ്റെ ആ ഒരു സമയപരിധിയാണ് പുറത്തോട്ട് വരാനുള്ള ഈ മന്ദഗതിയിലാക്കുന്നത് എന്നാണ് പറയുന്നത്. ചർച്ചകളുടെ ഭാഗമായിട്ട് ഗൾഫ് രാജ്യങ്ങളോടും പാകിസ്ഥാനോടും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെ വലിയ നയതന്ത്ര പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. അതൊരു വശത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം US രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിഗമന പ്രകാരം ആക്രമണത്തിൽ പരിക്കേറ്റ ശേഷം സുരക്ഷിത താവളത്തിലേക്ക് പുറപ്പെട്ട മുസ്തഫ കംനി ഇപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. ഇത്രയും ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ 17 മുതൽ 18 വരെയുള്ള കമാൻഡിങ് സിസ്റ്റത്തിലൂടെ ആയിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം കംപ്ലീറ്റ് പവറും കംപ്ലീറ്റ് കമാൻഡിങ് സിസ്റ്റവും മുസ്തഫ കംനിയുടെ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ നിരീക്ഷണം ഭയന്നിട്ടാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തത് എന്നും നേതൃത്വം കൈകൊണ്ട് എഴുതിയിട്ടുള്ള കത്തുകളും മറ്റ് എന്താ പറയുക മനുഷ്യർ ത്രൂ ആയിട്ടുള്ള വിനിമയങ്ങളുമാണ് ഇപ്പം കൊടുക്കുന്നത്. അത് മാത്രമല്ല കപ്പൽ മാർഗമാണ് പല സന്ദേശങ്ങളും ഇപ്പം ഇറാനിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലോട്ട്, ഇപ്പോൾ ഖത്തറിലോട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലോട്ടും ഇത് അയക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ അയക്കുന്നത് കപ്പൽ മാർഗമാണ് എന്നാണ് പറയുന്നത്. ഈവൻ ഫ്ലൈറ്റിൽ പോലും അല്ല, കപ്പൽ മാർഗത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കമാൻഡ് ഘടന വികേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ അന്തിമ അനുമതി ലഭിക്കാൻ വലിയ സമയമെടുക്കുന്നതും ഈ കാരണം കൊണ്ടാണെന്നാണ് US ഇന്റലിജൻസിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള നിഗമനത്തിൽ അവർ പറയുന്നത്. ഇനി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാരണം CNN റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് വെടിനിർത്തൽ കരാറിന്റെ ഇടയിൽ ഇറാൻ വളരെയധികം സൈനിക ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതായത് നിർണായക വിവരങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള മൊസാദും അതുപോലെ തന്നെ CIAയുടെയും കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഇറാൻ വളരെ വേഗത്തിലാണ് തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനം പുനരാരംഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇറാന്റെ പ്രതിരോധ വ്യവസായ അടിത്തറയുടെ 90% ഇല്ലാണ്ടാക്കിയെന്നായിരുന്നല്ലോ ഫസ്റ്റ് നമ്മുടെ ട്രംപ് വന്ന് പറഞ്ഞു. സെൻകോമിന്റെ സൈഡിൽ നിന്ന് റിപ്പോർട്ട്. അത് പുനർനിർമ്മിക്കാൻ വർഷങ്ങളോളം എടുക്കുമെന്നായിരുന്നു US ഒരു കണക്കുകൂട്ടൽ. എങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് പുതിയ രഹസ്യാന്വേഷണ വിഭാഗം അതിന് ഒരു സങ്കീർണമായിട്ടുള്ള മറ്റു റിപ്പോർട്ട് പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് യുദ്ധത്തിൽ അതിജീവിച്ച ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ 2/3 ഭാഗവും ഒരു കേടുപാടും കൂടാതെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവ നിലവിൽ തുരങ്കങ്ങളിൽ നിന്നും പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അവ രക്ഷപ്പെടുത്തിയ ഘടകഭാഗങ്ങൾ, റഷ്യയുടെ സഹായം, ചൈനയിൽ നിന്നും കടത്തിയ ഭാഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിച്ച് ഭൂഗർഭ കേന്ദ്രങ്ങൾ ഇറാൻ ഇപ്പോഴും പുതിയ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിക്കുന്നുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് ഇറാൻ ഇത്രയും പെട്ടെന്ന് പുനർക്രമീകരണം നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാൻ തങ്ങളുടെ ഡ്രോൺ വ്യൂഹം നിർമ്മിക്കാൻ കഴിയും. കൂടാതെ ഒരു വർഷത്തിനുള്ളിലോ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിലോ മിസൈൽ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചേക്കും എന്നാണ് ഇപ്പം ഇത് വന്നിട്ടുള്ളത്. മാക്കോ ഇതിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ, ഇറാൻ യുദ്ധം തുടങ്ങിയ പോലെയല്ല, ഇറാൻ അതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട്, അത് നയതന്ത്രമായിട്ട് ഇപ്പം ഹോർമോസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കാര്യങ്ങളിലോട്ടും മറ്റ് യുദ്ധത്തിൻ്റെ കാര്യങ്ങളിലും ഇറാൻ പൂർണ്ണമായിട്ടും ശക്തമായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്. അടിച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ഏത് രീതിയിലായിരിക്കും തിരിച്ചടിയെന്ന് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ ഇപ്പം പെരുന്നാളാവാൻ 2 ദിവസം കൂടെ ഉള്ളൂ. ചർച്ച വെറുതെ പല രീതിയിൽ പല ചർച്ചകൾ നടന്നു പോകുന്നുണ്ടെങ്കിലും എവിടെയും ഇതുവരെ ചർച്ചയുടെ ഒരു കാര്യങ്ങൾ എത്തിയിട്ടില്ല. ചില ആക്രമണങ്ങൾ ഇപ്പം ഇറാൻ്റെ ഒരു ഡ്രോണ് ഇറാൻ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഒന്നും നല്ല സൂചനകളല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ ആർക്കൊക്കെ വേണ്ടിയിട്ട് വെറുതെ ന്യൂസുകൾ അടിച്ചു വിടുന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയുടെ ന്യൂസുകൾ പുറത്തോട്ട് വരുന്നത്. ട്രംപ് തോന്നിയ പോലെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന മുസ്തഫ കാംനിയാണ് എന്നുള്ള ഉറപ്പ് ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അത്രയും സുരക്ഷിതമായിട്ടുള്ള താവളത്തിൽ ഇരുന്നിട്ടാണ് പുള്ളി ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. കുറച്ച് ലേറ്റായി പോയി.